കണ്ടിന്യൂ ചെയ്യണം. ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. സ്ട്രാറ്റജി എന്താണ് എന്നൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഫസ്റ്റ് ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കൺഫ്യൂസിങ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഒന്നുകൂടി പറയണത്. ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ബേസിക്കലി ട്രേഡിങ്ങിന് അല്ലാത്ത ഒരു ടേംസിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ യുദ്ധത്തിനൊരു സ്ട്രാറ്റജി ഉണ്ടാവും അല്ലെ? ഓരോ മഹാഭാരതത്തിലാണെന്നുണ്ടെങ്കിലും മറ്റേതിലാണെന്നുണ്ടെങ്കിലും മറിച്ചാണെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. യുദ്ധം ജയിക്കാനായിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോ 10th അല്ലെങ്കിൽ +2 ഫുൾ A+ വാങ്ങാനായിട്ട് സ്റ്റുഡൻസിന് ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. എങ്ങനെ എക്സാം ടാക്കിൾ ചെയ്യുക, എങ്ങനെ എക്സാമിൽ ഫുൾ A+ വാങ്ങാനായിട്ട് ഒരു സ്ട്രാറ്റജീസ് ഉണ്ടാവും അല്ലെ? അപ്പൊ അതേപോലെ തന്നെയാണ് ട്രേഡിങ്ങിലെ സ്ട്രാറ്റജി എന്ന് വെച്ചാല്, ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മേലോട്ട് പോകുമെന്നുള്ളൊരു പ്രഡിക്ഷനിലാണ് എന്തെന്ന് പറയാ ബൈ ചെയ്യുക അല്ലെ? ബൈ ചെയ്ത് കഴിഞ്ഞാല് സ്റ്റോക്കിന്റെ പ്രൈസ് മേലോട്ട് പോകണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. പറയാൻ മ്യൂട്ട് ചെയ്യൂ സൈസ് ഐഫോൺ. അപ്പോ ആ ഒരു പ്രഡിക്ഷൻ എവിടെ നിന്ന് കിട്ടി? നമ്മുടെ സ്റ്റോക്കിന്റെ പ്രൈസ് മേലോട്ടാണ് പോകണമെന്നുള്ളത് എങ്ങനെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണത്. ഓക്കെ, ഇപ്പോ പലർക്കും പല സ്ട്രാറ്റജീസ് ആയിരിക്കും. നമുക്ക് ഇന്ത്യയിൽ തന്നെ മില്യൺസ് ഓഫ് ആളുകൾ എന്ത് ചെയ്യാനുണ്ട്? ട്രേഡ് ചെയ്യാനുണ്ട്. അപ്പോ പലർക്കും പല സ്ട്രാറ്റജീസ് ആയിരിക്കും. 9 മണി മുതൽ 3:30 വരെയും പല സ്ട്രാറ്റജീസിലായിരിക്കും ഓരോ ആളുകളും ട്രേഡ് ചെയ്യണത്. ഈ സ്ട്രാറ്റജീസ് ഒക്കെ എവിടെ നിന്ന് കിട്ടും? ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ പല ഇഷ്ടംപോലെ സ്ട്രാറ്റജീസ് ഉണ്ടാവും പല ട്രേഡേഴ്സിന്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്സിൽ ഓരോ ബുക്കുകൾ ഉണ്ടാവും. അമേരിക്കൻസും ബാക്കി ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പല സ്ട്രാറ്റജീസ് ഉണ്ടാവും. 3, സെൽഫ് റിസർച്ച്. നമ്മള് നമ്മുടേതായിട്ടുള്ള ഒരു റിസർച്ച് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ട്രാറ്റജീസ് ഉണ്ടാവും, സെൽഫായിട്ട് റിസർച്ച് ചെയ്തിട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് പറഞ്ഞു തരാൻ പോണ, ഞാനിപ്പോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല് ഞാനായിട്ട് സെൽഫ് റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആണ്. അതായത് ഞാനിപ്പോ ഒരു 3.something years ആയി സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ളത്. സോ ആ ഒരു ടൈമില് ഞാൻ ഇതുവരെ ഓരോ സ്റ്റോക്സിന്റെ മൂവ്മെന്റ്സും കാര്യങ്ങളും കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ചില കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും ഇത് വെച്ചിട്ട് ഞാൻ ചെയ്തൊരു റിസർച്ച് ആണ് ഈ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാലും. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ നമ്മൾ കുറച്ചും കൂടി പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി എന്താവും, ഇതൊക്കെ ഒന്നും കൂടി ക്ലിയർ ആവും. എന്നാലും അതിന്റെ ഇടയിലാണ് ഈ ഒരു തിയറി സെഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക്, ഇത് നേരത്തെ ഇന്നലെ കാണിച്ചൊരു ക്യാൻഡിലാണ് കേട്ടോ. അതായത് ഞാൻ ചാർട്ട് കാണിച്ചു തരാം. ഈ ചാർട്ട് കാണില്ല എല്ലാവരും? ഒരു സെക്കൻഡ്, ചാർട്ട് വിസിബിൾ ആണോ? വിസിബിൾ ആണോ? ഒരു സെക്കൻഡ്. ഓക്കെ, ഇപ്പോ ഇന്നലെ ഞാൻ പറയുന്ന ഒരു ക്യാൻഡിൽ എന്താണെന്നുള്ളത്, ക്യാൻഡിൽ ഇതിന്റെ പേരാണ് ക്യാൻഡിൽ എന്ന് ഞാൻ പറയുന്നു അല്ലെ? ഈ ഒരു പച്ച അല്ലെങ്കിൽ റെഡ് ആണ് ക്യാൻഡിൽസ് എന്ന് പറയുന്നു. അപ്പോ ഈ ഒരു ക്യാൻഡിൽസ് എന്ന് വെച്ചാല് ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മേലോട്ടാണ് പ്രൈസ് പോകണമെന്നുണ്ടെങ്കിൽ പച്ച ക്യാൻഡിൽ ഫോം ചെയ്യും, അല്ലെങ്കിൽ താഴോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യും. ഈ കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലെ? അപ്പോ ജസ്റ്റ് ഒന്ന് ചാർട്ടിലേക്ക് നോക്കിയാ, ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡില് ഈ ഒരു പച്ച ക്യാൻഡില്, സോറി കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്, മറ്റേ ഡ്രോയിങ്സ് ഒക്കെ ഞാൻ വരച്ചിട്ടതാണ്. അപ്പൊ
ആ ഒരു ക്യാൻഡിൽ കണ്ടില്ല, എന്തായാലും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായി ഈ ഒരു ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിലിന്റെ പ്രൈസ് നമ്മുടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ 564 എന്നാണ്. 564 കണ്ടോ എല്ലാവരും? റൈറ്റ് സൈഡിൽ എന്ന് പറഞ്ഞേ 564.55 ഒരു പ്രൈസ്. യെസ്, ബാക്കി എല്ലാവരും കണ്ടോ? അതെ, ഞാൻ കേഴ്സർ വെക്കുന്നു ആ സ്ഥലത്ത് 564.60. യെസ്, ബാക്കി എല്ലാവരും ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. കാരണം റൈറ്റ് സൈഡിൽ കേട്ടോ, റൈറ്റ്. യെസ്, അപ്പോ ഈ ഒരു ക്യാൻഡിലിന് എന്തായിരിക്കണം? 564.70 ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്തത് ഇവിടെയാണ്. ഈ ഒരു മെഴുകുതിരിയുടെ ക്ലോസിംഗ് വന്നത് ഇവിടെയാണ്. ഇവിടെ വരുന്ന പ്രൈസ് എത്രയാണ്? ഒന്ന് കമന്റിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ. 567. യെസ്, 567.45. അപ്പോ 564 സംതിങ്ങിൽ നിന്ന് 567 അപ്പൊ കൂടിയാണോ കുറയാണോ ചെയ്തത്? കൂടി അല്ലെ? കൂടിയപ്പോ പ്രൈസിന്റെ സ്റ്റോക്കിന്റെ പ്രൈസ് കൂടിയപ്പോ എന്ത് കളർ ക്യാൻഡിൽ ഫോം ചെയ്തു? റെഡ് കളർ ക്യാൻഡിൽ ഫോം ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്യാൻഡിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇനി നോക്കേണ്ട എവിടെയാന്ന് വെച്ചാല് മേലെ ഓപ്പൺ ഹൈ ലോ എന്നുള്ളൊരു സംഭവം ഉണ്ട്. OHLC ഇത് കാണുന്നുണ്ടോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ OHLC. മേലെ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാം ഇത് കാണുന്നുണ്ടോ എന്നുള്ളത്. OHLC കാണുന്നുണ്ടോ? ബാക്കിയുള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. കാണാം, എല്ലാവർക്കും കാണണമെന്ന് പറഞ്ഞേ. കണ്ടില്ല? ഓക്കെ, ഒരു സെക്കൻഡ്, ഞാൻ ഈ ഡ്രോയിങ്സ് ഇല്ലാത്തൊരു അക്കൗണ്ടിൽ ട്രേഡിംഗ് വ്യൂ എടുക്കട്ടെ. ഒരു കാര്യം ചെയ്യാം, വേറൊരു ഡ്രോയിങ്സ് ഇല്ലാത്തൊരു സ്റ്റോക്ക്, ഏതെങ്കിലും ഒരു സ്റ്റോക്കിന്റെ പേര് പറഞ്ഞേ. റിലയൻസ്, ടാറ്റ മോട്ടോഴ്സ്, ബജാജ് അല്ലാത്ത ഏതെങ്കിലും ഒരു സ്റ്റോക്കിന്റെ പേര് പറഞ്ഞോ. അതായത് ഒരു കമ്പനിയുടെ പേര് പറഞ്ഞാൽ മതി, ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഒരു കമ്പനി. ഏതാ? നെസ്ലെയോ? കമന്റ് ബോക്സിൽ പറ, ക്ലിയർ ആയില്ല. മഹീന്ദ്ര. ഓക്കെ, PVR, മഹീന്ദ്ര രണ്ടും ഉണ്ട്. നമുക്ക് PVR എടുക്കാം. ഓക്കെ, PVR BSC എടുക്കാം. PVR എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായില്ല, നമ്മുടെ തിയേറ്റേഴ്സ് ഒക്കെ ഉള്ള ആ ഒരു കമ്പനിയാണ്. അതിന്റെ സ്റ്റോക്കാണ് PVR ഗ്രൂപ്പ്. ഓക്കെ, അതിന്റെ ഒരു ചാർട്ട് എടുത്ത് കാണിച്ചു തരാം. വളരെ ചെറിയ ചെറിയ അവിടെ ഇവിടെ ഉള്ള സ്റ്റോക്സ് ആണ്, ക്യാൻഡിൽസ് ആണ് കാണുന്നത്. ഓക്കെ, എന്തായാലും ഇവിടെ ഓപ്പൺ OHLC എന്ന് പറയുന്നത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, മേലെ ഇവിടെ OHLC. OHLC ഇപ്പൊ കണ്ടോ? കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞോ.
മേലേല് OHLC ജസ്റ്റ് കാണാം അല്ലെ. O എന്ന് പറഞ്ഞാല് ഓപ്പണിംഗ് എഴുതിയെടുത്തോ, നോട്ടിൽ എഴുതി വെച്ചോ. O എന്ന് വെച്ചാൽ ഓപ്പണിംഗ്, H എന്ന് വെച്ചാൽ L, C എന്ന് വെച്ചാൽ ക്ലോസിംഗ്. O ഓപ്പണിംഗ്, H ഹൈ, L ലോ, C ക്ലോസിംഗ്. സോ ഓപ്പണിംഗ് കുറഞ്ഞതും ക്ലോസിംഗ് കൂടിയതോ ആയി കഴിഞ്ഞാലല്ലേ നമുക്ക് എമൗണ്ട് കൂടി എന്ന് പറയാൻ പറ്റാം. അതായത് പ്രൈസിന്റെ സ്റ്റോക്കിന്റെ പ്രൈസ് ഇൻക്രീസ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗിലെ പ്രൈസ് കുറവും ക്ലോസിംഗിലെ പ്രൈസ് ഇൻക്രീസ് ആവണം അല്ലെ. അതായത് വാങ്ങിച്ച വിലയിനേക്കാളും കൂടുതലായിരിക്കണം വിറ്റ വില, എന്നാലല്ലേ സ്റ്റോക്കിന്റെ പ്രൈസ് മേലോട്ട് പോകുന്നു അറിയാൻ പറ്റുള്ളൂ. ഇപ്പോ ഈ ഒരു പച്ച ക്യാൻഡിലിന്റെ ഓ എമൗണ്ട് എത്രയാണ്? ഓ 1452 കാണുന്നില്ലേ? ഓ മീൻസ് 1452 മേലിൽ കാണിക്കുന്നത് ഓപ്പണിംഗ്. ക്ലോസിംഗ് ആയിട്ട് കാണിക്കുന്നത് 1454.45. കൂടിയോ കുറഞ്ഞോ? ഇവിടെ സൈഡിൽ നോക്കിയാലും കാണാം 1452.35. ഇവിടെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കാണാം 1454.45 ഇതിന്റെ ടോപ്പില്. ഈ പ്രൈസ് ആണ് ഈ പറഞ്ഞ 1454.45. ഈ ഓപ്പണിംഗില് താഴെയുള്ള പ്രൈസ് ആണ് ഈ പറഞ്ഞ 1452.40. കൂടി അല്ലെ? കാണില്ല എല്ലാവരും ഓപ്പണിംഗ് ക്ലോസ് മേലെ? ഓക്കെ. ഇനി ഈ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറഞ്ഞ പ്രൈസിൽ നിന്ന് മേലത്തെ പ്രൈസിലേക്ക് പോയത് കൊണ്ട് എന്ത് ചെയ്തു? സ്റ്റോക്കിന്റെ പ്രൈസ് ഇൻക്രീസ് ആയി. ഞാൻ നേരത്തെ പറഞ്ഞു അതുകൊണ്ടാണ് ഗ്രീൻ കളർ വരുന്നത് എന്നുള്ളത് അല്ലെ. ഇപ്പോ റെഡ് കളർ വരുമ്പോ എന്തായിരിക്കണം? ഓപ്പോസിറ്റ് ആയിരിക്കണം. ഓപ്പൺ ചെയ്ത എമൗണ്ടിൽ നിന്ന് ക്ലോസ് ചെയ്ത എമൗണ്ട് കുറവായിരിക്കണം അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഓ എത്രയാണ്, ക്ലോസിംഗ് എത്രയാണെന്നുള്ളത് എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോ. എല്ലാവരും ടൈപ്പ് ചെയ്തോ. മേലേല് ഓ എത്രയാണ്, എൽ എത്രയാണ്, സോറി ഓ എത്രയാണ്, സി എത്രയാണ്? ഓ എത്രയാണ്, സി എത്രയാണ്? ഇവിടെ ഒന്നുകൂടെ വെക്കണം. ഓ എത്ര, സി എത്ര? ടൈപ്പ് ചെയ്യാം. എല്ലാവരും ടൈപ്പ് ചെയ്യണം കേട്ടോ. ആർക്കും കിട്ടിയില്ലേ? കാണുന്നില്ലേ? ഓ എത്ര? റെഡ് ക്യാൻഡിലുമാണ് ഞാൻ വെച്ചേക്കണത്. 1452.50. ഓ 1452.50. ഓക്കെ. ക്ലോസിങ്ങോ? ക്ലോസിംഗ് 1455.50 അല്ലെ? 50.50. അത് ലോ. യെസ് 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 യെസ്, ക്ലോസിംഗ് ആണ് 50.50. അപ്പോ ഇവിടെ എന്താണ് സംഭവിച്ചത്? 1452 ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തത് 1450.50 ആണ്. ഓപ്പൺ ചെയ്തതിനേക്കാളും കുറഞ്ഞ വിലക്കാണ് എന്ത് ചെയ്തത്? ക്ലോസ് ചെയ്തത് അല്ലെ. അപ്പൊ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത്? ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത്? ലോസ്. എക്സാക്ട്ലി. ഇത് ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റ്സ് ഞാൻ പറഞ്ഞു, ഇന്ത്യൻ മാർക്കറ്റിന്റെ ട്രേഡിംഗ് ടൈം 9:15 to 3:30 വരെ ഓപ്പണിംഗ് ഉള്ളൂ. ബാക്കി ടൈംസിൽ എന്തായിരിക്കില്ല, ഓപ്പറേറ്റിംഗ് ആയിരിക്കില്ല. പക്ഷേ ഫോറിൻ മാർക്കറ്റ്സ്, ക്രിപ്റ്റോ മാർക്കറ്റ്സ് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്സ് ഒക്കെ ഇപ്പൊ ഓപ്പൺ ആയിരിക്കും. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അതിന്റെ മൂവ്മെന്റ്സ്. യെസ്, ഇവിടെ കണ്ടോ?
ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചെല്ലാവരും. ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ ഇതിപ്പോ മൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻഡിലാണ്. ഈ ഒരു റെഡ് ക്യാൻഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻഡിലാണ്. ഈ ഒരു റെഡ് ക്യാൻഡിൽ കാണില്ല എല്ലാവരും? മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്തു. ലൈവ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടോ? ഓപ്പണിംഗ് ചെയ്ത പ്രൈസ് താഴോട്ട് പോകുമ്പോ എന്താണ് റെഡ് ആയിട്ട് വരണുണ്ടോ? നേരത്തെ ഫസ്റ്റ് ഒരു പച്ച കണ്ടു അല്ലെ ചെറുതായിട്ട്. അതെന്താ? ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മേലോട്ട് പോയി, അപ്പൊ ഒന്ന് പച്ച കത്ത്. ആ സമയത്ത് അതെ കണ്ടോ? ഓപ്പൺ ചെയ്ത പ്രൈസിൽ നിന്ന് മേലോട്ട് പോകുമ്പോ ഗ്രീൻ ആവുന്നുണ്ടോ ക്യാൻഡിലിന്റെ കളർ? അതായത് ഓപ്പൺ ചെയ്തത് ഇപ്പൊ ഓപ്പൺ ചെയ്ത സ്ഥലത്താണ് നിൽക്കുന്നത്, സെയിം സ്ഥലത്താണ് നിൽക്കുന്നത്. ഇനി അത് താഴോട്ട് പോയി കഴിഞ്ഞാൽ റെഡ് ആവും, അതിന്റെ മേലോട്ട് പോയി കഴിഞ്ഞാൽ ഗ്രീൻ ആവും. ഗ്രീൻ ആയി അല്ലെ? മനസ്സിലായോ എല്ലാവർക്കും ഒരു ക്യാൻഡിൽ എങ്ങനെയാണ് പച്ചയും റെഡും വരണേന്നുള്ളതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായോ? ലൈവ് മാർക്കറ്റിൽ നമുക്ക് കിട്ടി എങ്ങനെയാണ് ഗ്രീൻ ആൻഡ് റെഡ് ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? യെസ്. ഇപ്പോ നെക്സ്റ്റ് ക്യാൻഡിൽ എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തതിനെക്കാട്ടും താഴെ വന്നപ്പോ എന്ത് ചെയ്തു? റെഡ് കളറായി. ഇപ്പൊ ഈ റെഡ് ഈ താഴോട്ട് പോവാൻ കാരണം എന്താ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഇവിടെ ഒരു ഫൈറ്റ് നടക്കുകയാണ്. ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ്. ഇപ്പൊ ഇവിടെ നേരത്തെ നമ്മൾ ക്യാൻഡിൽ ഫോം ചെയ്തതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ക്യാൻഡിൽ ഫോം ചെയ്തു, ഇവിടുന്ന് ഫോം ചെയ്തു, ഇവിടുന്ന് ഒന്ന് മേലോട്ട് പോയപ്പോ പച്ച കത്തി, പിന്നെ എന്ത് ചെയ്തു? അവിടുന്ന് താഴോട്ട് പോയപ്പോ റെഡില് ക്ലോസ് ചെയ്യേണ്ടി വന്നു അല്ലെ? ഒരു സ്റ്റോക്കിന്റെ ക്യാൻഡിലിന്റെ പ്രൈസ്. അപ്പൊ ഇവിടെ കോൺസ്റ്റന്റ്ലി ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ്. ഇതിൽ ആരാണോ എന്ത് ചെയ്താണ് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത് അവരാണ് ഈ ഫൈറ്റിൽ ജയിക്കുക. അതായത് കൂടുതൽ ബയേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കൂടുതൽ ബയേഴ്സ് ജയിക്കും. കൂടുതൽ സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ സെല്ലേഴ്സ് ജയിക്കും. ബയേഴ്സ് ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്റ്റോക്കിന്റെ പ്രൈസ് മേലോട്ട് പോകും, ഗ്രീൻ ആവും. അതുപോലെ തന്നെ സെല്ലേഴ്സ് ജയിച്ചാൽ എന്ത് ചെയ്യും? സ്റ്റോക്കിന്റെ പ്രൈസ് താഴോട്ട് പോകും, ലോസ് ആവും. ഓക്കെ, അത് മനസ്സിലായോ? ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ്. അതിൽ ബയേഴ്സ് കൂടിക്കഴിഞ്ഞാൽ ബയേഴ്സ് ആക്റ്റീവായി ഈ ഒരു യുദ്ധം ജയിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോക്കിന്റെ പ്രൈസ് ഗ്രീൻ ആവും, അതുപോലെ തന്നെ മേലോട്ട് പോകും. കൂടുതൽ സെല്ലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റോക്കിന്റെ പ്രൈസ് താഴോട്ട് പോകും. ഇത്ര മനസ്സിലായോ? ബേസിക് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാൻ പോകുന്നത്. നമ്മളിപ്പോ ബൈ ആണോ സെല്ലാണോ ചെയ്യാൻ പോകുന്നത്? നേരത്തെ പറഞ്ഞൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞൊരു സംഭവം പറയുന്നില്ലേ? ബൈ ചെയ്യണോ സെല്ല് ചെയ്യണോ എന്നുള്ളതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? മാർക്കറ്റിൽ ചെന്നിട്ട് ബൈ ആണോ സെല്ലാണോ ചെയ്യാൻ പോകുന്നത്? ഇതെങ്ങനെ മനസ്സിലാക്കും? ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു. ഇമ്പോർട്ടന്റ്ലി പറയാനൊരു കാര്യം, ബുക്ക് എടുക്കുക, പേൻ എടുക്കുക, വരച്ചു വെക്കുക, എഴുതി വെക്കുക. ഇതില്ലെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, സ്ട്രാറ്റജി. ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? ലൈവ് മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോണത്. അപ്പൊ ബുക്ക് എടുക്കുക, പേൻ എടുക്കുക, എന്ത് ചെയ്യുക? വരച്ചു വെക്കുക, എഴുതി വെക്കുക. എല്ലാവരും ബുക്കും പേനും എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. 2 സെക്കൻഡ് തരാം. സ്ട്രാറ്റജി ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ സ്ട്രാറ്റജിയുടെ പേര് എഴുതി വെച്ചോ. നമുക്ക് ഈ സ്ട്രാറ്റജിക്ക് ഒരു പേര് കൊടുക്കുക. അപ്പൊ എന്താവും? നമുക്ക് ആ സ്ട്രാറ്റജി എന്താണെന്നൊരു ഐഡിയ കൂടി ആ പേരിൽ തന്നെ കിട്ടും.
ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി. ഓക്കെ, എന്താണ് പേര് എഴുതി വെച്ചോ, ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി. ഓക്കെ, ഇനി ഒരു കാര്യം വേറെ പറയാനുള്ളതെന്ന് വെച്ചാല്, ഈ ക്യാൻഡില് ഇപ്പൊ ഞാൻ എത്ര മിനിറ്റിലേക്ക് ഇടുന്നോ അതിനനുസരിച്ചാണ് ഇവിടെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുക. ഇപ്പോ ഇവിടെ ഞാൻ ഇട്ടേക്കണത് 1 മിനിറ്റ് എന്നാണ്. ഇതിവിടെ മേലിൽ 1 എന്നുണ്ടോ, 1 മിനിറ്റ് എന്നാണ് ഞാൻ ഇട്ടേക്കണത്. ഈ ഓരോ 1 മിനിറ്റിലും ഒരു ക്യാൻഡിൽ ഫോം ചെയ്യും. ഇപ്പൊ ഇവിടെ നോക്കിക്കോട്ടോ, ഒരു 1 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ക്യാൻഡിൽ ഫോം ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ക്യാൻഡിൽ അടുത്ത 1 മിനിറ്റിലാണ് ഫോം ആവുക. ഓക്കെ, ഇതിന് പകരം ഞാൻ 5 മിനിറ്റ് എന്നിട്ടാല് ഓരോ 5 മിനിറ്റ്സിൽ മാത്രമേ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുള്ളൂ. 5 മിനിറ്റ്സിലേക്ക് ഇട്ടാൽ എന്താ, ട്രേഡിംഗ് വ്യൂലാണോ കാണിക്കണത്? അതെ, കാണില്ലല്ലോ സ്ക്രീനില്. സ്ക്രീൻ കാണില്ല, ബാക്കിയുള്ളവർ കാണില്ല. കാണുന്നില്ല, അതിന്റെ അകത്ത് നിങ്ങള് ലൈവ് കാണുന്നില്ല. ഒരു സെക്കൻഡ്. ഇപ്പോഴോ? ഓക്കെ, സോ ഇവിടെ ഞാനിപ്പോ നേരത്തെ നമ്മള് 1 മിനിറ്റിലാണ് ഇട്ടിരുന്നത്. അതെ, 1 മിനിറ്റിലാണ് ഇട്ടിരുന്നത്. ഇപ്പൊ 5 മിനിറ്റ്സിലാണ് ഇട്ടിരിക്കുന്നത്. അതായത് നമ്മൾ 5 മിനിറ്റ്സിലേക്ക് ഈ ചാർട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഓരോ 5 മിനിറ്റ്സിലായിരിക്കും ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുക. ഓക്കെ, ഒരു 5 മിനിറ്റ് ആവുമ്പോൾ ഇവിടെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തേക്കണത് എത്ര മണി ക്യാൻഡിൽ ആയിരിക്കുള്ളൂ. അതായത് ഈ ഒരു 5 മിനിറ്റ് ഇവിടെ സൈഡിൽ നോക്കി കാണാൻ ഒരു മിനിറ്റും കൂടി ഉണ്ട്. ഈ 5 മിനിറ്റ് ഫിനിഷ് ആവാൻ 1 മിനിറ്റും 15 സെക്കൻഡ് കൂടി ഉണ്ട് സൈഡില്, റൈറ്റ് സൈഡിൽ കാണാം. ഇവിടെ കണ്ടോ, ഈ ഒരു മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ ക്ലോസ് ആവും. എന്നിട്ട് പുതിയ ക്യാൻഡിലാണ് ഫോം ചെയ്യുക. ഇതേപോലെ അതിനാണ് $9.25 ക്ലോസ് ചെയ്യുക അല്ലെ. അപ്പൊ നമുക്കത് ഒന്ന് എടുത്ത് നോക്കാട്ടോ. PVRന്റെ തന്നെ സ്റ്റോക്ക് എടുക്കാം. PVRന്റെ സ്റ്റോക്കില് 920 915 ചാർട്ട് എടുക്കുക. കാണില്ല, സ്ക്രീൻ വിസിബിൾ അല്ല. ഓക്കെ, ഇവിടെ 9:15 താഴ്ത്താണ്ട നോക്കണത്. ടൈം നിങ്ങൾ നോക്കേണ്ടത് താഴ്ത്താണ് ശ്രദ്ധിക്കേണ്ടത്. തേഴ്സ്ഡേ അല്ല, ലാസ്റ്റ് ട്രേഡിംഗ് ഡേ വന്നത് ഫ്രൈഡേ ആണ് അല്ലെ. ഫ്രൈഡേ ഇവിടെ താഴ്ത്ത് നോക്കി കഴിഞ്ഞാൽ ടൈമും ഡേറ്റും കാണാൻ പറ്റും ഇല്ല. ഓക്കെ, താഴ്ത്ത് നോക്കി കഴിഞ്ഞാൽ ടൈം ആൻഡ് ഡേറ്റ് താഴ്ത്ത് നോക്കിയാൽ കാണുന്നുണ്ടാവണം. PVR ഒരു സുഖമില്ലാത്തൊരു സ്റ്റോക്ക് ആണല്ലോ നമുക്ക് നോക്കാനായിട്ട്. വേറെ സ്റ്റോക്ക് പറഞ്ഞേ, ഏതാ? റിലയൻസ്, ടാറ്റ, ബജാജ് വിട്, ബാക്കിയൊരു സ്റ്റോക്ക് പറ. നമുക്ക് നോക്കാൻ പറ്റാം.
അദാനി പോർട്സ് നോക്കാം. അദാനി പോർട്സ്. അദാനിയിൽ എന്താ സംഭവിച്ചത്? ഭയങ്കര ഫോള് വന്നിരുന്നു. ആരെങ്കിലും അറിഞ്ഞിരുന്നോ? അദാനി സ്റ്റോക്സിൽ കഴിഞ്ഞ ദിവസം ഒക്കെ നല്ല ഫോളോ വന്നിരുന്നു. അദാനിയുടെ സ്റ്റോക്ക് ഒന്ന് നോക്കാം. താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ടൈം കാണാം, സ്റ്റോക്കിന്റെ ടൈമും ഡേറ്റും കാണാൻ പറ്റും. ഓക്കെ, താഴെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രൈഡേ 23 ജൂൺ 9:15 കണ്ടോ? കണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. കാണാം. അപ്പോ ഇവിടെ നമ്മുടെ ക്യാൻഡിൽ ഏതാ? 9:20യുടെ ക്യാൻഡിൽ. ഞാനിപ്പോ കേഴ്സർ വെച്ചിരിക്കുന്നത് 9:20യുടെ ക്യാൻഡിലാണ്. ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിന്റെ ഓപ്പണിങ്ങും ലോവും കാര്യങ്ങളും പറയാം. ഇതാണ് നമുക്ക് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ട് അറിയേണ്ട ഒരു സെഷൻ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതിന്റെ OHL എത്രയാണെന്നുള്ളത് പറ. OHL വേണ്ട, OC, ഓയും സിയും. 733.50. 733.50. സിയോ C 729.20. കൂടെയാണോ കുറയാണോ ചെയ്തത്? പ്രൈസ് ഓപ്പണിംഗിൽ കൂടെയാണോ കുറയണോ? കുറഞ്ഞു അല്ലെ? അതുകൊണ്ട് എന്തായി? ക്യാൻഡിലിന്റെ കളർ ഏതാ? മനസ്സിലായില്ല, ഒന്നുകൂടി പറഞ്ഞിട്ടോ. നിങ്ങൾ എവിടെ നോക്കിയിട്ട് പറയുന്നത്? ആരത്? പേരെന്താ? ആരപ്പോ ചോദിച്ചത്? അബി. ഓക്കെ. അതായത് മേലില് OHLC അത് എടുത്തപ്പോ ഉണ്ടായിരുന്നില്ലേ മേലൽസ? അത് കണ്ടില്ല. ഓക്കെ, അപ്പൊ അതില് O740 അല്ല O733.50 ആണ് മേലെ. കണ്ടോ? എന്താ ഓപ്പണിംഗ് 733.50 ആണ്. ക്ലോസ് ചെയ്തേക്കണത് 729.20. ഇവിടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണിംഗ് പ്രൈസ് കാണാം 733.50. റൈറ്റ് സൈഡില് ബ്ലാക്കില് ക്ലോസ് ചെയ്തേക്കണത് താഴത്താണ് ക്ലോസ് ചെയ്തേക്കണത് 729.20. ആ ഒരു എമൗണ്ടിലാണ് എന്ത് ചെയ്തേക്കണത്, ക്ലോസ് ചെയ്തേക്കണത്. അത് ക്ലിയർ അല്ലേ? കാരണം ഇത് ക്ലിയർ ആവണോട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇത് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, സെക്കൻഡ് ക്യാൻഡിലിന്റെ അടിയിലാണ് നോക്കുന്നത്. എങ്ങനെ? എടാ ഒന്നുകൂടെ പറയോ, കണക്ഷൻ പോയി. സെക്കൻഡ് ക്യാൻഡിലിന്റെ അടിയിലാണ് ക്ലോസിംഗ് നോക്കുന്നത്. അതെ, സെക്കൻഡ് ക്യാൻഡിലിന്റെ അടിയില്. കാരണം റെഡിന്റെ ക്ലോസിംഗ് വരെ അടിയിലായിരിക്കും. കാരണം എന്താ, ഓപ്പൺ ചെയ്ത എമൗണ്ടിനെക്കാട്ടും താഴോട്ടല്ലേ പ്രൈസ് പോവാ. അപ്പൊ ഓപ്പൺ ചെയ്തതിന്റെ അടിയിലായിരിക്കും ക്ലോസിംഗ് വരാ റെഡ് ക്യാൻഡിലിന്റെ. ഫസ്റ്റ് ക്യാൻഡിലിന്റെ അടിയിൽ ഓപ്പണിംഗ്, സെക്കൻഡ് ക്യാൻഡിലിന്റെ അടിയിൽ. ഞാൻ കാണിച്ചുതരാം. ഇവിടെയാണ് ഇതിന്റെ ഓപ്പണിംഗ് വന്നേക്കുന്നത്. ഇതിപ്പോ ഞാൻ വരക്കുന്ന ഒരു സംഭവം കണ്ടോ? ഇവിടെയാണ് ഓപ്പണിംഗ് വന്നേക്കുന്നത്. ക്ലോസിംഗ് വന്നേക്കുന്നത് ഇവിടെയാണ്. ക്ലോസിംഗ് വന്നേക്കുന്നത് കണ്ടോ? കാണുന്നില്ല? ക്ലിയർ ആയി. ക്ലോസിംഗ് വന്നേക്കണ ആ ഒരു പോയിന്റിലാണ്. ഓപ്പണിംഗ് വന്നേക്കണത് ഈ ഒരു പോയിന്റ്, ക്ലോസിംഗ് വന്നേക്കണത് ഈ ഒരു പോയിന്റ്. ഓപ്പൺ ക്ലോസ്. ഓക്കെ, ഓപ്പണിംഗ് വന്നേക്കണത് മേലും ക്ലോസ് ചെയ്തേക്കണത് താഴേലും. ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ എങ്ങനെ വരാം? ഇനി ഗ്രീൻ ക്യാൻഡിൽ നോക്കാം. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലില്ല ഓയും സിയും
കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. ഓയും സിയും ഈ ഗ്രീൻ ക്യാൻഡിലെ Open 707.95. 7.97 closing 711.75 അല്ലെ ക്ലോസിംഗ് അല്ലെ? അതെ. കാണില്ല എല്ലാവരും? ഹലോ, ബാക്കി എല്ലാവരും ഒന്നാണ് ചെയ്ത് പറയാ. കാരണം എന്താന്ന് വെച്ചാൽ സ്ട്രാറ്റജി ആണ് ഏറ്റവും പ്രാക്ടിക്കൽ ആണ്. ഓക്കെ, നമുക്ക് ഒരു 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒരു 5 മിനിറ്റ് ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ചും കൂടി ഒന്ന് റീജോയിൻ ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് നാളെ മുതൽ പ്രാക്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? അപ്പൊ ഒന്ന് കുറച്ചും കൂടി നേരം ഒന്ന് ജോയിൻ ചെയ്യേണ്ടി വരും. എനിക്കറിയാം കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ടെന്ന് അറിയാം. എന്നാലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇന്ന് തിയറി സെഷൻ തീർക്കണം, നാളെ മുതൽ പ്രാക്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. ഓക്കെ, ഇന്ന് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ ലൈവിലേക്ക് കയറി കഴിഞ്ഞിട്ട് നാളെയും ഒരു തിയറി സെഷൻ ഒരു ഹാഫ് ആൻ അവർ വെക്കേണ്ടി വരും നൈറ്റ്. ഏതാണ് ബെറ്റർ? ഇന്നും കൂടി ഇന്ന് ലേറ്റ് ആവുന്ന തോന്നണവർക്ക് അങ്ങനെ ഒരു സെഷൻ വെക്കാം. എന്ത് വേണം? എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേ, ഇന്ന് തന്നെ വെക്കണോ? ഇന്ന് വെച്ചോ. ബാക്കി എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരുണ്ടെങ്കിൽ അത് അറിയിക്കാം. ബാക്കി എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്ത് വേഗം റെസ്പോണ്ട് ചെയ്യാം. ടൈം ബാക്കിയുള്ളവരെ റെസ്പോണ്ട് ചെയ്യോ? ഓക്കെ ആണ്, നോ പ്രോബ്ലം. ഓക്കെ ഫൈൻ. അപ്പോ നേരത്തെ പറഞ്ഞു ഈ ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് വന്നിരിക്കുന്ന പോയിന്റ് എത്രയാണ്? ഏകദേശം ഒരു 707 ആ ഒരു സംതിങ് എമൗണ്ടില് ഓപ്പൺ ക്ലോസ് ചെയ്തേക്കുന്നത് 711.70 അല്ലെ? അപ്പൊ നോട്ടിൽ ഇങ്ങനെ എഴുതി വെച്ചോ വേണമെങ്കിൽ റഫായിട്ട്. 707 711 പോയി കഴിഞ്ഞാല് കൂടെയാണോ കുറയാണോ ചെയ്തത്? കൂടി അല്ലെ? പ്രൈസ് കൂടി. അപ്പൊ ഇതിന്റെ ഓപ്പണിംഗ് ഇവിടെ ആയിരിക്കോ അല്ലെങ്കിൽ താഴെയിലായിരിക്കോ? എവിടെ ആയിരിക്കാം ഇതിന്റെ ഓപ്പണിംഗ് വരാ? മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് മനസ്സിലാവും. താഴെ അല്ലെ? താഴെയാണ് ഓപ്പൺ ചെയ്തത്. അപ് ട്രെൻഡ് പറയണത് സ്റ്റോക്ക് മൂവ്. അപ് ട്രെൻഡ് അല്ല അത്. ഓക്കെ, അങ്ങനെ വിളിച്ചോ. ഇപ്പോ താഴെ ഓപ്പൺ ചെയ്തു, മേലിൽ ക്ലോസ് ചെയ്തു 5 മിനിറ്റില് അല്ലെ? അത് ക്ലിയർ അല്ലേ? ഗ്രീൻ ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ താഴെയിലായിരിക്കും ഓപ്പൺ ചെയ്യുക, മേലിലായിരിക്കും ക്ലോസ് ചെയ്യുക. അതൊന്നും കൂടി അവിടെ എഴുതി വെച്ചുതരാം. ഓപ്പൺ പ്രൈസ് ഇവിടെ ആയിരിക്കും, ക്ലോസിംഗ് പ്രൈസ് ഇവിടെ ആയിരിക്കും. ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വീണ്ടും വിചാരിക്കുന്നു, അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. ഞാൻ ഒന്ന് വൈറ്റ് ബോർഡിൽ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോ ഈ ക്യാൻഡിലിന്റെ കളർ ഏതാ? റെഡ് ആണല്ലേ? വൈറ്റ് ബോർഡ് കാണില്ലേ? ഓക്കെ, ഈ ക്യാൻഡിലിന്റെ കളർ റെഡ് ആണ്. ഇപ്പൊ ഇതിന്റെ ഓപ്പണിങ് എവിടെയായിരിക്കും? ക്ലോസിംഗ് അപ്പൊ ഏകദേശം എത്ര രൂപ വരും? 110 വരോ അല്ലെങ്കിൽ 90 ആയിരിക്കോ? 90. കാരണം എന്താ? ഓപ്പണിംഗിൽ നിന്ന് താഴോട്ട് പോയി ക്ലോസിംഗിലേക്ക് അല്ലെ? 100-ന്ന് 90-ലേക്ക് പോയി. അതുകൊണ്ടാണ് ഏത് കളർ ക്യാൻഡിൽ ഫോം ചെയ്തത്? റെഡ് കളർ ക്യാൻഡിൽ ഫോം ചെയ്തത്. ഇനി ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിലോ? ഗ്രീൻ കളർ. ഇത് ഗ്രീൻ കളറാണ്, ക്യാൻഡിൽ ഗ്രീൻ കളറാണ്. ഇത് ഓപ്പൺ ചെയ്ത എമൗണ്ട് 100-ലാണ്. ഗ്രീൻ ക്യാൻഡിൽ. ഇതിനാണെന്നുണ്ടെങ്കിൽ ഈ സെയിം പ്രൈസ് വെച്ചൊന്ന് പറഞ്ഞേ. ഓപ്പൺ ചെയ്തത് ഒരു 100-ലാണ്. 10 പോയിന്റ്സ് ആണ് മേലോട്ട്, 10 പോയിന്റ്സ് ആണ് താഴോട്ട്.
അപ്പൊ മേലില് ഉള്ള ക്ലോസിംഗ് എമൗണ്ട് എത്ര ആയിരിക്കും? 110. 110. താഴോട്ടോ ക്ലോസിംഗ് എമൗണ്ട് സോറി ഓപ്പണിംഗ് എമൗണ്ട് 100 അല്ലെ? Yes. 100. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ, നമുക്കൊരു 5 മിനിറ്റും കൂടി റെസ്റ്റ് എടുക്കുക. അതിനുശേഷം ഒന്നുകൂടി തിരിച്ചു വരാം. കാരണം ഇനി ഡയറക്ട്ലി എന്താണ് നമ്മൾ നാളെ ചെയ്യാൻ പോണത് എന്നുള്ളതാണ് പറയാൻ പോണത്. ഓക്കെ അല്ലേ?